വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം. കർത്താവ് മോശയോട് ഇപ്രകാരം സംസാരിച്ചു. ആദ്യ മാസത്തിലെ 1-ാം ദിവസം, മാസത്തിന്റെ 1-ാം തീയതി സമാഗമ കൂടാരമായ ആലയം നീ സ്ഥാപിക്കണം. സാക്ഷ്യപേടകം നീ അവിടെ പ്രതിഷ്ഠിച്ച് പേടകത്തിനു മുമ്പിൽ തിരശീല കൊണ്ട് മറയിടണം. നീ മേശ കൊണ്ടുവന്ന് അതിന്റെ ക്രമം ദീക്ഷിക്കണം. വിളക്കുകാൽ കൊണ്ടുവന്ന് ചെരാതുകൾ ഉയർത്തി സ്ഥാപിക്കണം. ധൂപാർപ്പണത്തിനുള്ള സ്വർണ്ണ ബലിപീഠം സാക്ഷ്യപേടകത്തിന്റെ മുമ്പിൽ നീ സ്ഥാപിക്കണം. ആലയത്തിന് വാതിൽവിരി ഇടുകയും വേണം. സമാഗമ കൂടാരത്തിന്റെ ആലയവാതിലിനു മുമ്പിൽ നീ ഹോമ ബലിപീഠം പ്രതിഷ്ഠിക്കണം. സമാഗമ കൂടാരത്തിന്റെയും ബലിപീഠത്തിന്റെയും ഇടയ്ക്ക് ക്ഷാളനപാത്രം വച്ച് നീ അവിടെ വെള്ളം വയ്ക്കണം. ചുറ്റും അങ്കണമൊരുക്കി അങ്കണവാതിലിന്റെ വിരിയിടണം. നീ അഭിഷേക തൈലം എടുത്ത് ആലയവും അതിലുള്ള സകലതും അഭിഷേകം ചെയ്ത് അതും അതിന്റെ എല്ലാ ഉപകരണങ്ങളും വിശുദ്ധീകരിക്കണം. അത് വിശുദ്ധിയുള്ളതായി തീരും. ഹോമ ബലിപീഠവും അതിന്റെ ഉപകരണങ്ങളും നീ അഭിഷേകം ചെയ്യണം. അങ്ങനെ ബലിപീഠം നീ വിശുദ്ധീകരിക്കണം. ബലിപീഠം അതിവിശുദ്ധിയുള്ളതായി തീരും. ക്ഷാളന പാത്രവും അതിന്റെ പീഠവും അഭിഷേകം ചെയ്ത് നീ അത് വിശുദ്ധീകരിക്കണം. അഹരോനെയും അവന്റെ പുത്രന്മാരെയും സമാഗമ കൂടാരത്തിന്റെ വാതിലിനടുക്ക് കൊണ്ടുവന്ന് നീ അവരെ വെള്ളം കൊണ്ട് കഴുകണം. നീ അഹരോനെ വിശുദ്ധ വസ്ത്രങ്ങൾ അണിയിക്കണം. അവനെ അഭിഷേകം ചെയ്യണം. അവനെ വിശുദ്ധീകരിക്കണം. അങ്ങനെ അവൻ എനിക്ക് പുരോഹിതനായിരിക്കും. അവന്റെ പുത്രന്മാരെ അടുത്തു കൊണ്ടുവന്ന് അങ്കികൾ അണിയിക്കണം. അവരുടെ പിതാവിനെ നീ അഭിഷേകം ചെയ്തതുപോലെ അവരെയും നീ അഭിഷേകം ചെയ്യണം. അങ്ങനെ അവർ എനിക്ക് പുരോഹിതരായിരിക്കും. അവരുടെ അഭിഷേകം അവർക്ക് അവരുടെ തലമുറകൾക്ക് നിത്യപൗരോഹിത്യമായി തീരാൻ വേണ്ടിയാണ്. കർത്താവ് തന്നോട് കൽപ്പിച്ചതുപോലെയെല്ലാം മോശ പ്രവർത്തിച്ചു. അപ്രകാരം തന്നെ അവൻ ചെയ്തു. 2-ാം വർഷം ആദ്യ മാസം, മാസത്തിന്റെ 1-ാം തീയതി ആലയം സ്ഥാപിതമായി. മോശ ആലയമുയർത്തി, അതിന്റെ പാദക്കുടകൾ ഉറപ്പിച്ചു, ക്രാസികൾ പിടിപ്പിച്ചു, അഴികൾ നിരത്തി, തൂണുകൾ നാട്ടി. അവൻ ആലയത്തിനു മുകൾ കൂടാരം വിരിച്ചു. അതിനുമേൽ മുകളിൽ നിന്ന് കൂടാരാവരണമിട്ടു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവൻ സാക്ഷ്യഫലകം പേടകത്തിലേക്ക് എടുത്തു വച്ചു. പേടകത്തിന്മേൽ തണ്ടുകൾ ഘടിപ്പിച്ചു. പേടകത്തിനു മുകളിൽ കൃപാസനം സ്ഥാപിക്കുകയും ചെയ്തു. അവൻ പേടകം ആലയത്തിലേക്ക് കൊണ്ടുവന്നു. തിരശീല വിരിയിട്ട് സാക്ഷ്യപേടകം മറച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ സമാഗമ കൂടാരത്തിൽ ആലയത്തിന്റെ വടക്കുവശത്ത് തിരശീലയ്ക്കു വെളിയിൽ അവൻ മേശ സ്ഥാപിച്ചു. അതിന്മേൽ കർത്താവിന്റെ സന്നിധിയിൽ അപ്പത്തിന്റെ നിര സജ്ജീകരിച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ സമാഗമ കൂടാരത്തിൽ ആലയത്തിന്റെ തെക്കുവശത്ത് അവൻ വിളക്കുകാൽ സ്ഥാപിച്ചു. കർത്താവിന്റെ സന്നിധിയിൽ ചെരാതുകൾ ഉയർത്തി സ്ഥാപിച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ സമാഗമ കൂടാരത്തിൽ തിരശീലയുടെ മുമ്പിൽ അവൻ സ്വർണ്ണ ബലിപീഠം പ്രതിഷ്ഠിച്ചു. അതിന്മേൽ ധൂപന സുഗന്ധ ദ്രവ്യങ്ങൾ ധൂമിച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവൻ ആലയത്തിന് വാതിൽ വിരിയിട്ടു. ഹോമ ബലിപീഠം സമാഗമ കൂടാരത്തിന്റെ ആലയവാതിൽക്കൽ അവൻ സ്ഥാപിച്ചു. അതിന്മേൽ ഹോമയാഗവും ധാന്യാർപ്പണവും നടത്തി. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും ഇടയ്ക്ക് അവൻ ക്ഷാളനപാത്രം വെക്കുകയും ക്ഷാളനത്തിനുള്ള വെള്ളം അതിലേക്ക് ഒഴിക്കുകയും ചെയ്തു. മോശയും അഹരോനും അവന്റെ പുത്രന്മാരും അതിൽ നിന്നാണ് അവരുടെ കൈകാലുകൾ കഴുകേണ്ടിയിരുന്നത്. സമാഗമ കൂടാരത്തിലേക്ക് പോകുമ്പോഴും ബലിപീഠത്തെ സമീപിക്കുമ്പോഴും അവർ ക്ഷാളനം ചെയ്യേണ്ടിയിരുന്നു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ ആലയത്തിനും ബലിപീഠത്തിനും ചുറ്റുമായി അവൻ അങ്കണം തീർത്തു. അങ്കണ കവാടവിരി ഇടുകയും ചെയ്തു. അങ്ങനെ മോശ ജോലി പൂർത്തിയാക്കി. അപ്പോൾ മേഘം സമാഗമ കൂടാരത്തെ ആവരണം ചെയ്തു. കർത്താവിന്റെ മഹത്വം ആലയം നിറച്ചു. മോശയ്ക്ക് സമാഗമ കൂടാരത്തിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല.
കാരണം മേഘം അതിന്മേൽ ആവസിച്ചിരുന്നു. കർത്താവിന്റെ മഹത്വം ആലയം നിറയ്ക്കുകയും ചെയ്തിരുന്നു. ആലയത്തിന്മേൽ നിന്നു മേഘം ഉയരുമ്പോഴാണ് തങ്ങളുടെ യാത്രാഘട്ടങ്ങളിലെല്ലാം ഇസ്രായേൽ പുറപ്പെട്ടിരുന്നത്. മേഘം ഉയരുന്നില്ലെങ്കിൽ അത് ഉയരുന്ന ദിവസം വരെ അവർ പുറപ്പെട്ടിരുന്നില്ല. കാരണം ഇസ്രായേൽ ഭവൻ മുഴുവന്റെയും കൺമുമ്പിൽ അവരുടെ യാത്രാഘട്ടങ്ങളിലുടനീളം ആലയത്തിനു മുകളിൽ പകൽ കർത്താവിന്റെ മേഘവും അതിൽ രാത്രി അഗ്നിയും ഉണ്ടായിരുന്നു. 68-ാം സങ്കീർത്തനം. ദൈവം എഴുന്നേൽക്കട്ടെ, അവിടുത്തെ ശത്രുക്കൾ ചിതറട്ടെ, അവിടുത്തെ വിദ്വേഷകർ തിരുമുമ്പിൽ നിന്ന് പലായനം ചെയ്യട്ടെ. കാറ്റിൽ പുക തുരത്തപ്പെടുന്നത് പോലെ അങ്ങവരെ തുരുത്തണമേ. അഗ്നിക്കു മുമ്പിൽ മെഴുകുരുകുന്നത് പോലെ ദൈവസന്നിധിയിൽ ദുഷ്ടർ നാശമടയട്ടെ. നീതിമാന്മാർ സന്തോഷിച്ചാഹ്ലാദിക്കട്ടെ. ദൈവസന്നിധിയിൽ അവർ സന്തോഷത്താൽ ഉല്ലസിക്കട്ടെ. ദൈവത്തിന് ഗീതം ആലപിക്കുവിൻ, അവിടുത്തെ നാമം പാടിപ്പുകഴ്ത്തുവിൻ. മരുഭൂമിയിൽ സവാരി ചെയ്യുന്നവന് വഴിയൊരുക്കുവിൻ. അവിടുത്തെ നാമം കർത്തൻ എന്നാണ്. അവിടുത്തെ മുമ്പിൽ ആഹ്ലാദിക്കുവിൻ. അനാഥരുടെ പിതാവും വിധവകളുടെ സംരക്ഷകനുമായി ദൈവം തന്റെ വിശുദ്ധ നിവാസത്തിലുണ്ട്. ഒറ്റപ്പെട്ടവരെ ദൈവം വീട്ടിൽ നിവസിപ്പിക്കുന്നവനാണ്. തടവുകാരെ ഐശ്വര്യത്തോടെ പുറത്തെത്തിക്കുന്നവനാണ്. പിടിവാശിക്കാരൻ മാത്രം വരണ്ട സ്ഥലം പാർപ്പിടമാക്കുന്നു. ദൈവമേ, അങ്ങയുടെ ജനത്തിന്റെ മുമ്പിലായി അങ്ങ് പുറപ്പെട്ടപ്പോൾ, വിജനതയിലൂടെ അങ്ങ് ചുവട് വെച്ചപ്പോൾ, ദൈവത്തിന്റെ സാന്നിധ്യം മൂലം ആകാശം മാറി തൂകിയതിനു പുറമെ ഭൂമി കുലുങ്ങി. ഇസ്രായേലിന്റെ ദൈവമായ ദൈവത്തിന്റെ സാന്നിധ്യം മൂലം അവിടെയുള്ള സീനായി തന്നെ. ദൈവമേ, അങ്ങ് സ്വാഭിഷ്ട സമ്മാനങ്ങളായി മഴ വർഷിച്ചു. അങ്ങയുടെ അവകാശം വാടിത്തളർന്നപ്പോൾ അങ്ങ് അതിനെ ഉറപ്പിച്ചു. ദൈവമേ, അങ്ങയുടെ ജീവജാലം അതിൽ വസിച്ചു. അങ്ങയുടെ നന്മയിൽ അങ്ങ് അഗതിക്കു വേണ്ടി സജ്ജീകരണം ചെയ്തു. നാഥൻ കൽപ്പന നൽകുന്നു. സദ്വാർത്തയുടെ ദൂതർ ഒരു മഹാവ്യൂഹമാണ്. സൈന്യങ്ങളുടെ രാജാക്കന്മാർ പായുന്നു, ഒളിച്ചു പായുന്നു. വീട്ടമ്മയോ കവർച്ച വസ്തു പങ്കിടുന്നു. നിങ്ങൾ ആലകൾക്കിടയിൽ ശയിക്കുകയാണോ? വെള്ളി കൊണ്ട് പൊതിഞ്ഞ പ്രാവിൻ ചിറകുകൾ, അതിന്റെ തൂവലുകളോ തനി സ്വർണ്ണ നിർമ്മിതം. സർവശക്തൻ സൽമോനിലെ രാജാക്കന്മാരെ ചിതറിച്ചപ്പോൾ അതിൽ അവിടുന്ന് മഞ്ഞു പെയ്യിച്ചു. ദൈവത്തിന്റെ മലയായ ബാഷാൻ മലയെ, കൊടുമുടികളുടെ മലനിരയായ ബാഷാൻ മലയെ, കൊടുമുടികളുള്ള മലകളെ, നിങ്ങൾ എന്തിന് അസൂയപ്പെടുന്നു? തനിക്ക് വസിക്കാനാണ് ദൈവം ആ മല മോഹിച്ചത്. കർത്താവ് അവിടെ നിത്യം വസിക്കുക തന്നെ ചെയ്യും. ദൈവത്തിന്റെ രഥവ്യൂഹം 20,000 ആയിരങ്ങളുടെ ആവർത്തനം. നാഥൻ സീനായിൽ നിന്നു വിശുദ്ധ സ്ഥലത്തേക്ക് വന്നു. അങ്ങ് ഉന്നതത്തിലേക്ക് ആരോഹണം ചെയ്തു. അങ്ങ് ബന്ധനാവസ്ഥ ബന്ധിതമാക്കി. മനുഷ്യവംശത്തിലെ വിമതരിലെ പോലും കാഴ്ചകൾ അങ്ങ് സ്വീകരിച്ചു. ദൈവമായ കർത്തൻ വസിക്കേണ്ടതിനു തന്നെ. നാഥൻ അനുദിനം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. നമ്മുടെ രക്ഷയായ തമ്പുരാൻ നമുക്ക് വേണ്ടി ഭാരം പേറുന്നു. തമ്പുരാൻ നമുക്ക് രക്ഷാകാര്യങ്ങൾക്കുള്ള തമ്പുരാനാണ്. മരണത്തിൽ നിന്നുള്ള വിമോചനം നാഥനായ കർത്താവിൻ്റെതാണ്. എന്നാൽ ദൈവം തന്റെ ശത്രുക്കളുടെ ശിരസ് തകർക്കും. അപരാധങ്ങളിൽ വ്യാപരിക്കുന്നവന്റെ കേശാലങ്കൃത മൂർധാവ് തന്നെ. നാഥൻ അരുൾ ചെയ്തു, ബാഷാനിൽ നിന്നു ഞാൻ നിന്നെ തിരിച്ചു കൊണ്ടുവരും. സമുദ്രത്തിന്റെ അഗാധങ്ങളിൽ നിന്നും ഞാൻ തിരിച്ചു കൊണ്ടുവരും. ഇത് നിന്റെ കാൽ രക്തത്തിൽ ആഴുന്നതിനാണ്. ശത്രുക്കളിൽ നിന്ന് ഓഹരിയുള്ളത് കൊണ്ട് നിന്റെ നായ്ക്കളുടെ നാവും. ദൈവമേ, അങ്ങയുടെ എഴുന്നള്ളത്ത് അവർ കണ്ടു. എന്റെ രാജാവായ എന്റെ തമ്പുരാന്റെ വിശുദ്ധ സ്ഥലത്തെ എഴുന്നള്ളത്ത്. മുമ്പിൽ ഗായകർ, പിമ്പിൽ വാദ്യക്കാർ, നടുവിൽ തപ്പുകൊട്ടുന്ന തരുണികൾ. സഭയിലുള്ളവരെ, ഇസ്രായേലിന്റെ ഉറവയിൽ നിന്നുള്ള നിങ്ങൾ ദൈവമായ കർത്താവിനെ വാഴ്ത്തുവിൻ. അവിടെ ഇളയവനായ ബെഞ്ചമിൻ അവരെ നിയന്ത്രിക്കുന്നു. അവരുടെ ആൾക്കൂട്ടം യൂദ പ്രഭുക്കന്മാർ, സബൂലൂൻ പ്രഭുക്കന്മാർ, നഫ്താലി പ്രഭുക്കന്മാർ എന്നിവരാണ്. നിന്റെ ശക്തി ആധികാരികമാക്കിയിരിക്കുന്നത് നിന്റെ ദൈവമാണ്. ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവമേ, അങ്ങ് ശക്തി പ്രകടിപ്പിക്കണമേ. അത് അങ്ങേ ആലയത്തിൽ നിന്ന് ജെറുസലേമിനെ പ്രതിയാകട്ടെ. രാജാക്കന്മാർ അങ്ങേക്ക് കപ്പം കൊണ്ടുവരട്ടെ.
ഞാങ്ങണയ്ക്കിടയിലെ മൃഗത്തെ ശാസിക്കണമേ. ജനങ്ങളുടെ മൂരിക്കിടാങ്ങളിലെ കൂറ്റന്മാരുടെ സംഘത്തെയും. വെള്ളിക്കട്ടികളിൽ പ്രണമിക്കുന്നവനാണ് അവൻ. പോരാട്ടങ്ങൾ ഇഷ്ടപ്പെടുന്ന ജനങ്ങളെ ചിതറിക്കണമേ. പ്രഗത്ഭന്മാർ ഈജിപ്തിൽ നിന്ന് ആഗതരാകട്ടെ. എത്യോപ്യ ദൈവത്തിനായി വേഗം കൈകൾ നീട്ടട്ടെ. ഭൂമിയിലെ രാജ്യങ്ങളെ, ദൈവത്തിന് ഗീതം ആലപിക്കുവിൻ. നാഥനെ പാടിപ്പുകഴ്ത്തുവിൻ. പൂർവാകാശങ്ങളുടെ ആകാശങ്ങളിൽ സവാരി ചെയ്യുന്നവനെ തന്നെ. അതാ അവിടുന്ന് തന്റെ ശബ്ദം, ശക്തമായ ശബ്ദം മുഴക്കുന്നു. ശക്തി ദൈവത്തിൻ്റെതെന്ന് അംഗീകരിക്കുവിൻ. അവിടുത്തെ പ്രൗഢി ഇസ്രായേലിന്റെ മേലുണ്ട്. വാനിടങ്ങളിൽ അവിടുത്തെ ശക്തിയും. ഭീതിതനായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ മന്ദിരങ്ങളിൽ നിന്ന് അങ്ങ് ഇസ്രായേലിന്റെ തമ്പുരാനായി ജനത്തിന് ശക്തി പ്രഭാവങ്ങൾ പ്രദാനം ചെയ്യുന്നു. ദൈവം വാഴ്ത്തപ്പെടട്ടെ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 30 മുതൽ 56 വരെയുള്ള തിരുവചനങ്ങൾ. അപ്പസ്തോലന്മാർ യേശുവിന്റെ അടുത്ത് ഒരുമിച്ച് കൂടി തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതുമെല്ലാം അവനെ അറിയിച്ചു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ തനിച്ച് ഒരു വിജന സ്ഥലത്തേക്ക് വരുവിൻ, അല്പം വിശ്രമിക്കുവിൻ. എന്തെന്നാൽ അനേകം ആളുകൾ വരുകയും പോവുകയും ചെയ്തുകൊണ്ടിരുന്നു. തന്മൂലം ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് അവസരമുണ്ടായിരുന്നില്ല. അവർ തനിച്ച് വഞ്ചിയിൽ ഒരു വിജന സ്ഥലത്തേക്ക് പോയി. അവൻ പോകുന്നത് പലരും കാണുകയും തിരിച്ചറിയുകയും ചെയ്തു. എല്ലാ പട്ടണങ്ങളിലും നിന്ന് ആളുകൾ കരവഴി ഓടി അവർക്ക് മുമ്പേ അവിടെ എത്തി. അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. അവരോട് അവന് അനുകമ്പ തോന്നി, കാരണം അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെയായിരുന്നു. അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി. നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇത് ഒരു വിജന പ്രദേശമാണല്ലോ, സമയവും വൈകിയിരിക്കുന്നു. ചുറ്റുമുള്ള നാട്ടിൻപുറങ്ങളിലും ഗ്രാമങ്ങളിലും ചെന്ന് ഭക്ഷിക്കാൻ എന്തെങ്കിലും വാങ്ങാൻ അവരെ പറഞ്ഞയക്കുക. അവൻ അവരോട് മറുപടി പറഞ്ഞു, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ. അവർ അവനോട് പറഞ്ഞു, ഞങ്ങൾ ചെന്ന് 200 ധനാറയ്ക്ക് അപ്പം വാങ്ങിക്കൊണ്ട് വന്ന് അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കട്ടെയോ? അവൻ ചോദിച്ചു, നിങ്ങൾക്ക് എത്ര അപ്പമുണ്ട്? ചെന്ന് നോക്കുവിൻ. അവർ നോക്കിയിട്ട് പറഞ്ഞു, 5, 2 മീനും. എല്ലാവരും പച്ചപ്പുൽത്തകിടിയിൽ കൂട്ടം കൂട്ടമായി ഇരിക്കാൻ അവൻ നിർദ്ദേശം നൽകി. 100ഉം 50ഉം വീതമുള്ള പന്തികളായി അവർ ഇരുന്നു. അവൻ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി അപ്പം മുറിച്ച ശേഷം അവർക്ക് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ആ 2 മീനും അവൻ എല്ലാവർക്കുമായി വിഭജിച്ചു. അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന അപ്പക്കഷ്ണങ്ങളും മീനും 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. അപ്പം ഭക്ഷിച്ചവർ 5000 പുരുഷന്മാരായിരുന്നു. ജനക്കൂട്ടത്തെ പിരിച്ചുവിടുമ്പോഴേക്കും വഞ്ചിയിൽ കയറി തനിക്ക് മുമ്പേ മറുകരയിലുള്ള ബെത്സയിദയിലേക്ക് പോകാൻ അവൻ ഉടനെ ശിഷ്യന്മാരെ നിർബന്ധിച്ചു. ആളുകളോട് യാത്ര പറഞ്ഞ ശേഷം അവൻ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയി. വൈകുന്നേരമായപ്പോൾ വഞ്ചി നടുക്കടലിലായിരുന്നു. അവൻ തനിച്ച് കരയിലും. അവർ വഞ്ചി തുഴഞ്ഞ് അവശരായി എന്ന് അവൻ മനസ്സിലാക്കി, കാരണം കാറ്റ് പ്രതികൂലമായിരുന്നു. ഏകദേശം രാത്രി 4-ാം യാമത്തിൽ അവൻ കടലിനു മീതെ നടന്ന് അവരുടെ അടുത്തെത്തി അവരെ കടന്നു പോകാൻ ഭാവിച്ചു. അവൻ കടലിനു മീതെ നടക്കുന്നത് കണ്ട് അത് ഒരു ഭൂതമായിരിക്കുമെന്ന് കരുതി അവർ നിലവിളിച്ചു. എന്തെന്നാൽ അവരെല്ലാവരും അവനെ കണ്ട് പരിഭ്രമിച്ചിരുന്നു. ഉടനെ അവൻ അവരോട് സംസാരിച്ചു, ധൈര്യത്തോടെ ഇരിക്കുവിൻ, ഞാനാകുന്നു, ഭയപ്പെടേണ്ട. അവൻ അവരുടെ അടുക്കലേക്ക് വഞ്ചിയിലേക്ക് കയറി. അപ്പോൾ കാറ്റ് ശമിച്ചു. അവർ അത്യന്തം ആശ്ചര്യഭരിതരായി, കാരണം അപ്പത്തെക്കുറിച്ച് അവർ ഗ്രഹിച്ചിരുന്നില്ല. അവരുടെ ഹൃദയം കഠിനമാക്കപ്പെട്ടിരുന്നു. അവർ അക്കരെ കടന്ന് ഗനേസറത്തിൽ എത്തി വഞ്ചി അടുപ്പിച്ചു. അവർ വഞ്ചിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ആളുകൾ അവനെ ഉടനെ തിരിച്ചറിഞ്ഞു. അവർ സമീപ പ്രദേശങ്ങളിലെല്ലാം ഓടി നടന്ന് രോഗികളെ കിടക്കയിലെടുത്ത് അവൻ ഉണ്ടെന്ന് കേട്ടിടത്തേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. ഗ്രാമങ്ങളിലോ നഗരങ്ങളിലോ
നാട്ടിൻപുറങ്ങളിലോ അവൻ ചെന്നിടത്തൊക്കെ ആളുകൾ രോഗികളെ കൊണ്ടുവന്ന് പൊതുസ്ഥലങ്ങളിൽ കിടത്തി. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിലെങ്കിലും തൊടാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടിരുന്നു. അവനെ തൊട്ടവരെല്ലാം സുഖം പ്രാപിച്ചു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ